രണ്ട് സ്നാനം ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ്. രണ്ട് സ്നാനം. ഒന്നാമത്തത് അനുതാപ സ്നാനം, രണ്ടാമത്തത് പരിശുദ്ധാത്മാ സ്നാനം. ഇങ്ങനെ ഒരു വചനം എഴുതിയിരിക്കുന്നത് സ്നാപക യോഹന്നാൻ നീതിയുടെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കരഞ്ഞ ഒരു വിഭാഗം ആൾക്കാരാണ് ചുങ്കക്കാരും വേശ്യകളും. കാരണം ഈ പറഞ്ഞ വാക്ക് അവരെ കുറിച്ചാണെന്നുള്ള ബോധ്യം വന്നു, പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ അവര് സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ ചുങ്കക്കാരും വേശ്യകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി. എഴുന്നേറ്റ് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ പാപികളായിട്ടല്ല വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയത്. ആ സ്നാനത്തിന് പറയുന്ന പേരാണ് അനുതാപ സ്നാനം. അനുതാപത്തിന് ഒരു ജീവൻ നൽകാൻ കഴിയും. എന്ത് ജീവനാണ് പ്രിയപ്പെട്ടവരെ? അനുതാപത്തിന് ദൈവിക ജീവനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതായത് പാപം വഴി നഷ്ടപ്പെട്ടത് അനുതാപത്തിലൂടെ കർത്താവ് തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ പാപം വഴി നഷ്ടപ്പെട്ടത് അനുതാപം വഴിയായിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ ഈ അനുതാപ സ്നാനം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ തിരിച്ചു നൽകുന്നതാണ്. അപ്പോൾ ഒരു നല്ല കുമ്പസാരത്തിലൂടെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അനുതാപ സ്നാനമാണ് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, അത് ഈ പരിശുദ്ധാത്മാ സ്നാനം കിട്ടിയതിന്റെ പ്രത്യേകതയാണ്. സ്വർഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങും. സ്വർഗീയ ജീവിതത്തെ വളരെ വില കൽപ്പിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ബോധ്യം കിട്ടും. എത്ര സ്നേഹം നിറഞ്ഞവരെ, രണ്ട് സ്നാനം ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ്. രണ്ട് സ്നാനം. ഒന്നാമത്തത് അനുതാപ സ്നാനം, രണ്ടാമത്തത് പരിശുദ്ധാത്മാ സ്നാനം. ഇത് രണ്ടിനെ കുറിച്ച് ബോധ്യം കിട്ടുമ്പോഴാണ് ആത്മീയ വളർച്ചയിൽ ഇതിന്റെ രണ്ടിന്റെ പ്രസക്തി തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തത് ഈ അനുതാപ സ്നാനം സ്നാപക യോഹന്നാൻ പ്രസംഗിച്ച സ്നാനമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ജെറുസലേമിലെ ജനങ്ങൾ വന്ന് അവന്റെ അടുത്തെത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദി വെച്ച് സ്നാനം സ്വീകരിച്ചു. അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന അനുതാപ സ്നാനം എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ നൽകിയ സ്നാനമാണ്. സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ വെള്ളത്തിന്റെ അടുക്കിലേക്ക് സ്നാനം സ്വീകരിക്കാൻ വരുന്ന വ്യക്തി വെള്ളത്തിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ഈ പാപങ്ങൾ ഏറ്റുപറയും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോടെ വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോൾ അവൻ പുതിയൊരു വ്യക്തിയായിട്ട് മാറും. ഇന്ന് അതിനെ ഒരു പക്ഷേ കുമ്പസാരം എന്ന് വേണം വിളിക്കാനായിട്ട് കഴിയും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്ക് പുതിയ വ്യക്തിയായിട്ട് മാറുക. അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ വചനം പ്രസംഗിക്കുകയാണ്. ആ വചനം കേട്ട് കരയുന്ന ആളുകളാണ് സ്നാനം സ്വീകരിക്കുന്നത്. അങ്ങനെ കരഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനം. ആ 32-ാമത്തെ തിരുവചനത്തില് വചനം ഇങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക. എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിൽ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വചനം എഴുതിയിരിക്കുന്നത് സ്നാപക യോഹന്നാൻ നീതിയുടെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കരഞ്ഞ ഒരു വിഭാഗം ആൾക്കാരാണ് ചുങ്കക്കാരും വേശ്യകളും. കാരണം ഈ പറഞ്ഞ വാക്ക് അവരെ കുറിച്ചാണെന്നുള്ള ബോധ്യം വന്നു, പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ അവര് സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ ചുങ്കക്കാരും വേശ്യകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി. എഴുന്നേറ്റ് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ പാപികളായിട്ടല്ല വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയത്. ആ സ്നാനത്തിന് പറയുന്ന പേരാണ് അനുതാപ സ്നാനം. അതുകൊണ്ടാണ് വീണ്ടും ബൈബിളിൽ കാണും അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ സ്നാപക യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് തന്നെ വീണ്ടും പല സ്ഥലങ്ങളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ദൈവത്തിന്റെ വലിയ ഒരു കൃപ ഇസ്രായേലിന് 5:31, അപ്പസ്തോല പ്രവർത്തനം 5:31, ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥൻ രക്ഷകനുമായി തന്റെ വലതുഭാഗത്ത്. അപ്പൊ ഈ അനുതാപവും പാപമോചനം നൽകാൻ വേണ്ടി വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 11-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം 11:16 പ്രകാരമാണ് ഇരിക്കുന്നത്: യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. വീണ്ടും 11:18 ഈ വാക്ക് കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പൊ അനുതാപത്തിന് ഒരു ജീവൻ നൽകാൻ കഴിയും. എന്ത് ജീവനാണ് പ്രിയപ്പെട്ടവരെ? അനുതാപത്തിന് ദൈവിക ജീവനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതായത് പാപം വഴി നഷ്ടപ്പെട്ടത് അനുതാപത്തിലൂടെ കർത്താവ് തിരിച്ചു നൽകുകയാണ്.
അതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ പാപം വഴി നഷ്ടപ്പെട്ടത് അനുതാപം വഴിയായിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ ഈ അനുതാപ സ്നാനം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ തിരിച്ചു നൽകുന്നതാണ്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തില് 2-3 തിരുവചനങ്ങൾ. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവൻ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അപ്പൊ ഈ അനുതാപ സ്നാനത്തിലൂടെ ഈ പാപത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം നൽകുകയാണ്. അപ്പോൾ അനുതാപ സ്നാനത്തിന്റെ പ്രത്യേകത പാപവിമോചനത്തിലൂടെയും അനുതാപത്തിലൂടെയും പുതിയൊരു വ്യക്തിയാകാനായിട്ട് കഴിയും. അപ്പോൾ ഒരു നല്ല കുമ്പസാരത്തിലൂടെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ അനുതാപ സ്നാനമാണ് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്, ഒരു പുതിയ ജീവൻ നൽകുകയാണ്. രണ്ടാമത്, പാപം മരണത്തിലേക്ക് നയിക്കുമെങ്കിൽ അനുതാപം ജീവനിലേക്ക് നയിക്കുകയാണ്. യഥാർത്ഥ അനുതാപം നിറഞ്ഞു കഴിയുമ്പോൾ ഒരു ദൈവിക ജീവൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. അനുതാപത്തിലൂടെ ഒരു പാപിക്ക് തിരിച്ചു. അതുകൊണ്ടാണ് ഒരു നല്ല കുമ്പസാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് അനുതാപമാണ്. പലരുടെയും ജീവിതത്തിൽ ഒരു തിരിച്ചുവരവിന്റെ അനുഭവം നഷ്ടപ്പെടാനുള്ള കാരണം ഈ അനുതാപമില്ലാത്തത് കൊണ്ടാണ്. വർഷങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ടുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബം രക്ഷപ്പെടുന്ന മേഖല ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം കുമ്പസാരമാണ്. ചില വ്യക്തികൾ, ചില കുടുംബങ്ങളിലെ വളരെ മാരകപാപത്തിൽ അവരുടെ പാപം വഴിയായിട്ട് കുടുംബം തകർന്നിട്ടുണ്ട്. വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം, അബോർഷൻ ഇതുവഴിയായിട്ട് തകർന്ന ചില കുടുംബങ്ങളുണ്ട്, ചില തലമുറകൾ തന്നെ ക്ഷയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തികളെ കണ്ണുനീരോടെ അനുതാപത്തോടെ കുമ്പസാരിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിന് തന്നെ മാറ്റം വരുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബത്തെ കർത്താവ് രക്ഷിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് അനുതാപത്തിന് ജീവൻ നൽകാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുതാപ സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ ഈ അനുതാപ സ്നാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വളരെയധികം വേദനയോടുകൂടിയാണ് ഈ ജനം വരുന്നത്. 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് നൽകും. പത്രോസ് പറയാണ്, നിങ്ങൾ പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഈ പരിശുദ്ധാത്മാ സ്നാനത്തിന്, പരിശുദ്ധാത്മാവ് നിറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ഈ അനുതാപ സ്നാനം ഉണ്ടായിരിക്കുക, അനുതാപം ഉണ്ടാവുക. അതായത് അനുതാപ സ്നാനം ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാ സ്നാനം. ഇനി 2-ാമത്തെ മേഖലയാണ് പരിശുദ്ധാത്മാ സ്നാനം. അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 3, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം ഈശോ നൽകും. വീണ്ടും പറയുന്നു, ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ ജെറുസലേം വിട്ടുപോകരുത്. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. യോഹന്നാൻ 16:8 പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം നൽകും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന അപ്പസ്തോല പ്രവർത്തനത്തിന്റെ തന്നെ അനേകം വചനങ്ങളുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ 1-ാമത്തെ പ്രത്യേകത ആത്മീയ ശക്തി വ്യാപരിക്കുന്നതാണ്. പരിശുദ്ധാത്മാ സ്നാനത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ആ വചനം തന്നെ ശക്തി പ്രാപിക്കും. ആ വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം അവിടെ മനസ്സ് തുറന്നു. എന്നിട്ട് പറയണം, ഉന്നതത്തിന് ശക്തി ധരിക്കുന്നതോടും വരെ നഗരത്തിൽ ആ ശക്തി ധരിക്കേണ്ടതാണ്. ഏത് ശക്തിയാണ്? പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് ശാരീരിക ശക്തിയാണ്, അത് ആത്മീയ ശക്തിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ 1-ാമത്തെ പ്രത്യേകതയാണ് ഒരു വ്യക്തിയെ ആത്മീയ ശക്തി നയിക്കാൻ തുടങ്ങും. സ്നാപക യോഹന്നാനെ നയിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ, അതാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം. പരിശുദ്ധാത്മാ ശക്തിയെ പ്രവർത്തിക്കുന്നത്. അതായത് ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാപക യോഹന്നാൻ നിറഞ്ഞ ആ ഉദരത്തിലായിരിക്കുന്ന സമയം മുതൽ ഈ സ്നാപക യോഹന്നാൻ ഒരു പവറുണ്ട്, ശക്തിയുണ്ട്. സ്നാപക യോഹന്നാൻ നയിച്ചിരുന്ന ദൈവിക ശക്തിയുണ്ട്. 2-ാമത്തത് പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ പ്രത്യേകത ഒരു വ്യക്തി പിന്നീട് അവന്റെ ജീവിതത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടാണ് ഈ സ്വർഗം കാണുകയാണ് സ്തെഫാനോസ്. ഇതുപോലെ സ്വർഗത്തിന് വേണ്ടി അപ്പസ്തോലന്മാർ ആഗ്രഹിക്കുകയാണ്. സഹനങ്ങളെ സ്വീകരിക്കാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗമാണ്.
സ്വർഗീയ സന്തോഷം ഒരു വ്യക്തിയെ നയിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളോ ഈ ലോകത്തിൻ്റെ സുഖങ്ങളോ അല്ല അവനെ നയിക്കുന്നത്. അവനെ നയിക്കുന്നത് സ്വർഗത്തിൻ്റെ സന്തോഷമാണ്. ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയെ നയിക്കുന്നത് സ്വർഗത്തിൻ്റെ സന്തോഷമാണ്, സ്വർഗത്തിൻ്റെ ആനന്ദമാണ്. ആ സ്വർഗീയ ആനന്ദം അതാണ് ഈശോ മിശിഹ ഈ സ്വർഗീയ ആനന്ദം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന സമയമുണ്ട്, അഭിഷേകമുണ്ട്. അതായത് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു. അപ്പോൾ ഒരു ദൈവിക ശക്തിയുണ്ട്. സ്വർഗീയ ഒരു അനുഭവം പരിശുദ്ധാത്മാ സ്നാനത്തിലൂടെ ലഭിക്കുകയാണ്. മൂന്നാമത്തത് ദൈവിക പ്രേരണയാൽ ഒരു വ്യക്തി നയിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിമയോൻ ദേവാലയത്തിലേക്ക് വരുന്നു. പൗലോസിനെ പറയാണ്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. പരിശുദ്ധാത്മാവ് പൗലോസിനെ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഒരു വ്യക്തി നമ്മളെ നടത്തുന്നത് പിന്നെ പരിശുദ്ധാത്മാവാണ്. ഒരു കാര്യം ചെയ്യാനായിട്ട്, ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മളെ നയിക്കുന്ന പിന്നെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ. നാലാമതായിട്ട് നിത്യജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണും. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, അത് ഈ പരിശുദ്ധാത്മാ സ്നാനം കിട്ടിയതിൻ്റെ പ്രത്യേകതയാണ്. സ്വർഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങും. സ്വർഗീയ ജീവിതത്തെ വളരെ വില കൽപ്പിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ബോധ്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതത്തിന് അപ്പുറമുള്ളൊരു ജീവിതത്തെ നമ്മൾ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട അവസാനമായിട്ട് ഈ വരങ്ങളും ദാനങ്ങളും ഒരു വ്യക്തിയെ നയിക്കാനായിട്ട് തുടങ്ങും. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും, ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെ നയിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അപ്പസ്തോലന്മാരിലൂടെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളും അടയാള രോഗശാന്തി വരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നു. അപ്പസ്തോലന്മാരിലൂടെ തന്നെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ നിറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ 5 പ്രത്യേകതയാണ്: ആത്മാവിൽ ശക്തി പ്രാപിക്കും, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കും, ദൈവിക പ്രേരണയാൽ നയിക്കപ്പെടും, നിത്യജീവിതത്തിന് വേണ്ടി സ്വർഗം അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ജീവിതത്തെ, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതിനെ ഗൗരവത്തോടുകൂടി കാണാൻ തുടങ്ങും. വരങ്ങളും ദാനങ്ങളും ഫലം കൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ 2 സ്നാനം ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒന്നാമത്തെ സ്നാനം, അതായത് അനുതാപ സ്നാനം, വളരെ പ്രധാനപ്പെട്ട പുതിയൊരു വ്യക്തിയാകാൻ അനുതാപ സ്നാനം ആവശ്യമാണ്. രണ്ടാമത് പരിശുദ്ധാത്മാ സ്നാനം സാക്ഷിയാകാൻ ആവശ്യമാണ്. അപ്പോൾ ഈ 2 സ്നാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുതാപ സ്നാനം കൊണ്ട് തന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാ സ്നാനം കൊണ്ട് നിറയ്ക്കണമേ. ഇത് പക്ഷേ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹാലലുയ, ഹാലലുയ, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹാലലുയ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.